സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് പുറത്തുള്ളവരെ പറ്റിയൊന്നും വീഡിയോസ് ഇടുന്നതല്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫുമായിട്ട് ഒരുപാട് ചേർച്ച പോലെ തോന്നിയതുകൊണ്ട് മാത്രം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ലൈക്ക് സ്കോളിയോസിസ് എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്ത സമയത്ത് കുറേ പേരെ ഞാൻ ഹെൽപ്പ് ചോദിച്ചിരുന്നു. അപ്പോൾ അതിലൊരാളാണ് കൃഷ്ണകുമാർ സാർ. ഐത്തോട്ട് എന്തെങ്കിലും ഒരു NGO അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്ന് വെച്ചു. പക്ഷേ അവരുടെ മാനേജർ നല്ല രീതിയിൽ സംസാരിച്ചു. അവർക്ക് അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവരെ ശ്രദ്ധിക്കാൻ പോയത്. അഹാനെയും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ദേ ആർ നോട്ട് ലൈക്ക് നല്ല ഭംഗിയുള്ള കുറച്ച് ഫ്ലവേഴ്സ് പോലെയുള്ള കുറച്ച് കുട്ടികൾ. ആൻഡ് അവരിൽ ഈ അഹാനയോട് എനിക്ക് പ്രത്യേക താല്പര്യം തോന്നാൻ കാരണം ക്ലിയറായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ക്ലെവറാണ്. ഒരു 4 കുട്ടികളെ അതും ഒന്നുക്കൊന്നുക്ക് ഞാനാണോ നീയാണോ സുന്ദരി എന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ അതൊരു അമ്മയുടെ മിടുക്ക് തന്നെയാണ്. ചില സമയങ്ങളിൽ എനിക്ക് ഇവരോടൊരു ഇത് തോന്നുന്നു വെച്ചാൽ ചില സമയങ്ങളിൽ എനിക്ക് ഒരു തോന്നാറുണ്ട് അത് വേണമായിരുന്നു. ലൈക്ക് ഇവരുടെ ഫോട്ടോസ് അത് 70s കിഡ് ആയതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നുന്നത്. അപ്പോൾ അതെനിക്ക് ചിലപ്പോൾ ബാക്കി ഞാൻ നോക്കുമ്പോൾ ദേവർ ലൈക്ക് ഡാഫോഡിൽസ് അങ്ങനെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ ഒരു കസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ അതേ സ്റ്റേജിലൂടെ പോയ ആളാണ് ഞാൻ. ലൈക്ക് ഒരമ്മയും തൻ്റെ കുട്ടിയെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല ഈ പറഞ്ഞതുപോലെ. പിന്നെ അവരുടെ സിറ്റുവേഷൻസ് പക്ഷേ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കും. നമുക്ക് ചില സിറ്റുവേഷൻസിൽ മറ്റുള്ളവരോട് സ്നേഹം അഭിനയിക്കേണ്ടതായിട്ടും വരും. എൻ്റെ അമ്മ അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് എന്നോട് ആണ് സ്നേഹമുണ്ട്, പക്ഷേ മറ്റുള്ളവരോട് അഭിനയിച്ച് കാണിക്കും സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മറ്റുള്ളവരുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ എതിർക്കുന്നവരുടെ കൂടെ അവർക്ക് നിൽക്കേണ്ടി വരും. അത് ഒരമ്മയ്ക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല. ഇത് മനസ്സിലാകുന്നത് നമ്മുടെ കുട്ടി വളരുമ്പോൾ സെയിം സിറ്റുവേഷൻ നമ്മൾക്ക് വരുമ്പോൾ, ഇപ്പോൾ ഈ പറയുന്ന ആ കഥയിലെ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സെക്കൻഡ് മാരേജ് കഴിക്കേണ്ടി വരുമ്പോൾ ഈ ഫസ്റ്റ് മാരേജിലെ കുട്ടിയെ എന്ത് ചെയ്യും? അപ്പോൾ ആണ് നമ്മുടെ അമ്മ എന്താ ചെയ്തതെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ എനിക്ക് ലൈക്ക് അമ്മയ്ക്ക് ഈ 3 കുട്ടികളെ ഒരുമിച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും 6 മാസമായപ്പോഴേ അച്ഛമ്മയുടെ വീട്ടിൽ. അപ്പോൾ ഈ കുഞ്ഞിലെ ഞാനും ഇതുപോലെ കുറ്റം പറയാമായിരുന്നു. കാരണം ഐ ഹേർഡ് ലൈക്ക് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ നിൻ്റെ അമ്മ കളഞ്ഞിട്ട് പോയി എന്നിങ്ങനെ പറയും. അപ്പോൾ എനിക്ക് ഐ ഫീൽ സോ ഒരു വളരെ ഇൻസെക്യൂറായൊരു കുട്ടിയായിരുന്നു ഞാൻ. കാരണം അമ്മമാർ വളർത്തുന്ന മക്കൾക്ക് മാത്രമേ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, എന്നാലും. അപ്പോൾ ഇനി ആ അച്ഛമ്മയുടെ കാര്യം അമ്മമ്മയുടെ കാര്യം അവർ ഒരു ഫേസിലൂടെ കടന്നു പോവുക. ദാറ്റ് ഈസ് ബിറൈമെൻ്റ് സപ്പോർട്ട് കൊടുക്കുക എന്ന് നമ്മൾ പറയും. ഒരു പങ്കാളി 10-50 വർഷം ജീവിച്ചിരുന്ന ഒരു പങ്കാളി നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ കൂടെ അവർ പോകുമെന്ന് നമുക്ക് ഒരു മനസ്സിലൊരു ചിന്ത വരുമ്പോൾ അല്ലെങ്കിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ആ ഫേസ് ഒരു ബിറൈവ്മെൻറ്റ് അത് നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഗൂഗിളിൽ നിങ്ങൾക്ക് കിട്ടും എന്താണ്. ആ സമയത്ത് അത്രയും നിങ്ങളൊന്ന് കണ്ണടച്ച് ചിന്തിച്ച് നോക്കും. പ്രാക്ടീസ് എമ്പതി എന്ന് പറയാൻ. അപ്പോൾ അവർ പോകുന്ന സമയത്ത് നമ്മളിൽ ഒരുപാട് ഡിപ്രഷൻ, ആങ്സൈറ്റി, സൈക്യാട്രി പ്രോബ്ലംസ്, പിന്നെ അവർ പോയി അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഒരു ഗ്രീഫാണ്, ഒരു ദുഃഖമാണ്, അത് പാസ് ഓഫ്. അപ്പോൾ നമ്മൾ കണ്ണടച്ച് ചിന്തിച്ചാൽ മതി. അവരത് ഫേസ് ചെയ്യുന്നതാണ്. നമ്മൾ ഏറ്റവും ഡിഫിക്കൽറ്റിയാണ് ഒരു ഹോം നേഴ്സിനെയും ഒരു വീട്ടുകാരെയും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ടാസ്ക്. കാലങ്ങളായി ഞാൻ അനുഭവിക്കുന്നതാണ്. പലപ്പോഴും ചില ഇടങ്ങളിൽ നമുക്ക് പോയി നിൽക്കേണ്ടി പോലും വരും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അതൊരു വലിയ ടാസ്ക്കാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയത് പോലും. അപ്പോൾ വളരെ ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക്കാണ് ഒരാളെ കിട്ടുക എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ എങ്ങനെയെങ്കിലും യോജിപ്പിച്ച് പിന്നെ ഇവരെ PCC പോലീസ് ക്ലിയറൻസ് നോക്കണം, ഇത് കള്ളും കഞ്ചാവും ഉപയോഗിക്കാത്തവരായിരിക്കണം, നമ്മളുമായിട്ട് പോകണം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരാളെ കിട്ടുന്നത്. അപ്പം ചില വീടുകൾ ഒരാഴ്ച 15 നേഴ്സസ് വരെ വന്ന 10 നേഴ്സസ് വരെ വന്ന വീടുകൾ എനിക്കറിയാം, സപ്പോർട്ടില്ലാതെ പോകുന്നു. അപ്പോൾ നമ്മൾ ഈ കൊണ്ടുവരുന്ന ആൾക്കാരും ടയേർഡാവും. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം ഈ ടോക്സിക്കായ വ്യക്തികൾ ടിൽ എൻഡ് അവർ ടോക്സിക്ക് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഓൾഡ് ഏജ് ആകുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല ഇവരെ.
എനിക്ക് ഐ ലവ് ദാറ്റ് പീപ്പിൾ വെരി മച്ച്. ഓൾഡ് ഏജ് പീപ്പിൾസ് എന്തെന്ന് വെച്ചാൽ അവർ ലോൺലിനെസ് ആയിരിക്കും. നമ്മൾ ഇപ്പം തന്നെ നമ്മൾ നല്ല യങ്ങായിട്ടിരിക്കുമ്പോൾ പോലും നമുക്ക് വർത്തമാനം പറയാൻ ആളില്ല. അപ്പോൾ പിന്നെ ഓൾഡ് ഏജ് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവർ അങ്ങനെ ഒരു ഇതിലുമായിരിക്കും, മനസ്സിലായോ? അപ്പോൾ എന്ത് പറയുന്നു, പെട്ടെന്ന് കൂടെയുള്ള ഒരാൾ പോയി കഴിയുമ്പോൾ എന്ത് പറയുന്നു എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ നമ്മളെല്ലാം തന്നെ ദേഷ്യം വരുമ്പോൾ വീട്ടിൽ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് നമ്മൾ ആലോചിച്ചാൽ അറിയാം. നമ്മളൊന്ന് ആലോചിക്കാം. കാരണം ഞാൻ ഫേസ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ മരിച്ച ശേഷം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ നിന്ന് എനിക്ക് തോറ്റ് ഇറങ്ങേണ്ടി വന്നു. ഞാനും സ്ട്രഗിൾ ചെയ്തു ഫോർ എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ സ്ട്രഗിൾ ചെയ്തു. പക്ഷേ എനിക്ക് കിട്ടിയ മറുപടി എന്ന് വെച്ചാൽ എൻ്റെ മരണത്തിന് ശേഷം നീ വീട്ടിൽ ജീവിച്ചാൽ മതി എന്നാണ്. അവിടെ നിന്ന് എനിക്ക് പടിയിറങ്ങേണ്ടി വന്നു. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട്, കുറേയൊക്കെ ഞാൻ ആലോചിച്ച് നോക്കി, എൻ്റെ നല്ലൊരു ജീവിതമല്ലേ പോകുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചു, ലെറ്റ് ദം ലീവ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ചുമ്മാ നമ്മളങ്ങ് ആൾക്കാരെ സ്നേഹിക്കുക. സ്നേഹിക്കുന്നവർ സ്നേഹിക്കട്ടെ, സ്നേഹം വാരി വിതറുക. അപ്പോൾ നമുക്കത് തിരിച്ചു കിട്ടും. നമ്മൾ വെറുതെ നമ്മളൊക്കെ ഇപ്പോൾ ട്രെയിനിലൊക്കെ കാണുന്ന മനുഷ്യർക്ക് നമ്മൾ സഹായം ചെയ്യാറുണ്ട്. പെട്ടെന്ന് കാണുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ചുമ്മാ അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടും എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഒരാളോട് ഭയങ്കര സ്നേഹമുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അയാൾ നമ്മളോട് പറയണം, എനിക്ക് വേറൊരാളെ കിട്ടി, ഞാൻ പോവുകയാണ്. അയാൾ നിരുപാധികം വിട്ടയക്കുക. നമ്മളവരുടെ സന്തോഷം കാണാനാണ് ഇഷ്ടമെങ്കിൽ അവരെ നിരുപാധികം വിട്ടയക്കുക. അവർ പൊക്കോട്ടെ. ആ ടൈം പാസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ആ ഒരു ഗ്രീഫ് നമ്മളിലുണ്ടാകും. പക്ഷേ ദാറ്റ് വിൽ ഗോ. അവർ പോയി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പങ്കാളിയോട് ജീവിക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നല്ലോ നമുക്ക് ഒരു ഇത് വരുന്നത് എന്ന് പറയുമ്പോൾ ഈ അമ്മയ്ക്ക് ബിറൈവ്മെൻറ്റ് പീരീഡാണ് അവർ ആ സ്ട്രഗിൾ ചെയ്യുക. ആ സമയത്ത് അവരിലുണ്ടാകുന്ന പിന്നെ ഈ ബ്രെയിനിലെ കുറേ കാര്യങ്ങൾ സെറോട്ടോണിൻ ചില ചേഞ്ചസ് ഉണ്ടാവും. ഇതെല്ലാം ആൾക്കാരെ മാറ്റിമറിക്കും. അപ്പോൾ അവർക്ക് പിന്നെ പ്രത്യേകിച്ചും ഈ കുട്ടിയോട്, രണ്ടാമത്തെ മകളുടെ കുട്ടിയോട് അവർക്ക് സ്നേഹം വരാൻ കാരണം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും, ആ കുട്ടിക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ഒരു അമ്മുമ്മ എന്ന നിലയിൽ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. പക്ഷേ അവരെങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് അമ്മയുടെ സപ്പോർട്ടില്ല, വേറെ ആരും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല. മറ്റ് 4 പേരും അമ്മയും അച്ഛനും കൊണ്ട് അവർ കുറച്ചുകൂടെയും എന്തോ പറയുന്നത് കളർഫുള്ളായിട്ട് ചെയർഫുള്ളായിട്ട് ജീവിക്കുന്നുണ്ട്. തൻ്റെ ഉണ്ട് ഒബ്വിയസ്ലി ഈ തൻ്റെ കൂടെ നിന്ന കുട്ടിയെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അവർക്ക് വേറെ ആരുടെയും സപ്പോർട്ടില്ല. സോ ഈ ബിറൈമെൻ്റ്, അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ദുഃഖം നമ്മളിൽ നിന്ന് പോകാൻ ഏകദേശം ഒരു 6 മാസം 1 വർഷമൊക്കെ എടുക്കും. ചിലർ സൈക്യാട്രിക്ക് പോകും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അവരുടെ വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ബുദ്ധിയില്ലായ്മ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വീഡിയോസ് എടുത്തിടുക. പിന്നെ നമ്മളും വീട്ടിൽ ദേഷ്യം വരുമ്പോൾ, ഞാനൊക്കെ ദേഷ്യം വരുമ്പോൾ നമുക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല, ഞാൻ പറയാമല്ലോ. അപ്പോൾ അതൊക്കെ നോർമലാണ്. അത് ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. എന്ന് വെച്ച് ഈ വ്യക്തികളൊന്നും മോശക്കാരാവുന്നില്ല. അപ്പോൾ അവരുടെ ബിറൈവ്മെൻറ്റ് പീരീഡാണ്. അവർ ആ ഗ്രീഫിൽ നിന്ന് കയറി വരിക. അത് മനസ്സിലാക്കാൻ എന്താണ് ബിറൈവ്മെൻ്റ് എന്നൊരു പക്ഷേ ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലെങ്കിൽ ആ ഗ്രീഫിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടെ ഏജ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ ഈ 2 വ്യക്തികളും, ഇതിൽ പെട്ട 3 വ്യക്തികളും മോശക്കാരല്ല. അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് അവരെ മോശം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾ ആ ഗ്രീഫിലൂടെ കടന്നു പോവുക, മറ്റേ ആൾ ഈ 15 ഹോം നേഴ്സസ്, മൈ ഗോഡ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് 1 നേഴ്സ്. അതിനെ കൊണ്ടുവരുമ്പം വീട്ടിൽ നിൽക്കുന്നവർ മീൻ കഴിക്കത്തില്ല, കൊച്ചിന് മീൻ വേണം. കുട്ടിക്ക് ഫാൻ വേണം, പേഷ്യൻറ്റിന് AC മതി. കുട്ടി പുറത്ത് പോകത്തില്ല, വീട്ടുകാർക്ക് പുറത്ത് പോകണം. പിന്നെ മൾട്ടിപ്പിൾ ടാസ്ക് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അത് പറ്റില്ല എന്ന് പറയുക. പിന്നെ വേറൊരു നേഴ്സിനെ കണ്ടിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ നമ്മൾ കൊടുക്കുന്നവർക്കും അതിനെ ആ സ്റ്റാഫിനെ വാങ്ങി ആ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് കൊടുക്കുന്നവർ വളരെ ഭയങ്കരമായൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നത്. ഈ അമ്മ ആ ഹസ്ബൻഡ് മരിച്ചതും അതിന് മുമ്പിലുള്ള സമയം അതിലും വളരെ ഇതാണ്. ഈ മരിക്കും എന്ന് ഇവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇനി എങ്ങനെ ആ ഒരു വെപ്രാളം ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കും ഇവർക്ക് പല വീട്ടിലും ഈ ഹോം നേഴ്സസിനോട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തവരുണ്ട്. ചിലർ നമ്മളോട് ഒരു ഇതുമില്ലാതെ പറയാം, ബാത്റൂം കഴുകാൻ പറയും. BSc നേഴ്സസിനോടാണ് പറയണത് ബാത്റൂം കഴുകാൻ.
കാരണം നമ്മൾ ചിരിക്കും അപ്പോൾ. കാരണം ഒരു കെയർ ഗീവർ ആയിരിക്കും ചിലപ്പോൾ പറയണം. അവർ ഈ കിടക്കുന്നവരെക്കാളും സ്ട്രെസ്സ് കൂടുതൽ ആർക്കാണെന്നറിയാമോ? ആ കിടക്കുന്നവർ നോക്കുന്നവർക്കാണ്. ഞങ്ങൾ പാലിയേറ്റീവ് കെയർ നഴ്സസ് എപ്പോഴും ഇമ്പോർട്ടൻസ് അവർക്കും കൂടെ കൊടുക്കും. കാരണം അവർ ഡയബറ്റിക് ആയിരിക്കും, അവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖം കാണും. അവരായിരിക്കും, ഞാൻ ഈ ആഴ്ച പരിചയപ്പെട്ട ഒരാളാണ്, കാല് മൊത്തം പഴുത്ത് വ്രണങ്ങളുമായിട്ട് നിന്ന് ഒലിച്ചിട്ടാണ് അമ്മയെ നോക്കുന്നത്, അത് ഒറ്റയ്ക്ക്. നമ്മൾ പിന്നെ ഓടി അതെല്ലാം സെറ്റിൽ ചെയ്ത് കൊടുത്തു. സോ അഹന നല്ല കുട്ടിയാണ്, അമ്മമ്മയും നല്ലതാണ്, എല്ലാവരും നല്ല. ആദ്യമായിട്ടാണ് ഞാൻ പേരെടുത്ത ഒരാളെ പറയുന്നത്. കാരണം അതിനകത്തുള്ള സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരൊന്നും കുറ്റക്കാരല്ല, ആരും കുറ്റക്കാരല്ല എന്ന് തെളിയും. ഓക്കെ, ബൈ.